സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ദൃശ്യമാണ്. ഒരു ചെറിയ വീടാണ്. ആ വീട്ടിലേക്ക് ആ ഭൗതിക ശരീരം കൊണ്ടുവന്ന കാഴ്ച നേരത്തെ ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ CBSE പരീക്ഷയിൽ 1ാം റാങ്കോടുകൂടി വിജയശ്രീ ലാളിതനായ ഒരു വിദ്യാർത്ഥി, ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിലും JNUവിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉന്നതമായ വിജയം നേടിയൊരു വിദ്യാർത്ഥി മറ്റേതു മേഖലയിൽ പോയാലും സമ്പാദിക്കാവുന്നതോളം സ്വത്ത് അദ്ദേഹം സമ്പാദിച്ചിട്ടേയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ അദ്ദേഹത്തിന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഫ്ലാറ്റിലെ അപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ വീടിൻ്റെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത്. അവിടെ സഖാവ് സീത അന്തി ഉറങ്ങുകയാണ്. സഖാവ് സീതയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി പേർ ആ കുഞ്ഞു വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ എല്ലാ ക്യാമറയ്ക്കും സ്റ്റാൻഡ് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ഇടുങ്ങിയ ഇടമാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, നമ്മൾ നേരത്തെ വീടിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ആ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ പ്രേക്ഷകരെ കാട്ടിയിരുന്നു. ഒരു ലിഫ്റ്റ് പോലും ഇല്ലാതെ പടിയിൽ നന്നേ ഇടുങ്ങിയ വഴിയിലൂടെ ഈ വീട്ടിലേക്ക് ആ ഭൗതിക ശരീരം കൊണ്ടുവരുമ്പോൾ നമ്മളൊക്കെ കരുതിയത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ദേശീയ നേതാവിന് ഇത്ര ചെറിയ വീടോ എന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇടപെടലുകളും ഏറ്റവും ദീർഘകാലം പോളിറ്റ് ബ്യൂറോ അംഗമാവുകയും ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുകയും ചെയ്തൊരു മനുഷ്യൻ ഏറ്റവും ലളിതമായിട്ടാണ്, അനാർഭാടമായിട്ടാണ്, പ്രൗഢോജ്വലമായിട്ടാണ് വിടവാങ്ങുന്നത്.